ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ ചുരിദാർ വിഷയം കുറച്ച് സംസാരിക്കാമെന്ന് കരുതി. ഒരു ടീച്ചർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് സ്കൂളിൽ കയറ്റാത്ത ഒരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചാനലിലെല്ലാം അതാണ് ഒരു ചർച്ചാ വിഷയം. സ്കൂളിലെ HM ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു, മാനേജർ കയറ്റിയില്ല, പിന്നെ സെക്യൂരിറ്റി കയറ്റിയില്ല, ആകെ വിഷയമായി. ഇപ്പോൾ സെക്യൂരിറ്റിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ മാനേജറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ ഇങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരുടെ മനസ്സിനെ ശരിയാക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ചുരിദാർ, പണ്ട് ടീച്ചേഴ്സ് ചുരിദാർ ഇടത്തില്ല, എല്ലാവരും സാരിയായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സെല്ലാം സാരി ഇങ്ങനെ നന്നായിട്ട് ഞൊറിഞ്ഞ് കുത്തി, അതുപോലെ തലമുടിയൊന്നും അഴിച്ചിടത്തില്ല, തലമുടിയൊക്കെ നല്ലതായിട്ട് കെട്ടി വെച്ച്, അങ്ങനെ ഒരു ടീച്ചർമാർ വരുന്ന ഒരു അതിൻ്റേതായ ഒരു രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മളെന്തായിരുന്നു, പാവാടയും ബ്ലൗസും, എല്ലാവർക്കും പാവാടയും ബ്ലൗസും ആയിരുന്നു. അത് പിന്നെ യൂണിഫോമിൻ്റെ കളർ അനുസരിച്ച് നീലയും വെള്ളയും പച്ചയും വെള്ളയും അങ്ങനെ ഓരോ സ്കൂളിൻ്റെ യൂണിഫോം അനുസരിച്ചായിരുന്നു നമ്മൾ പാവാടയും ബ്ലൗസും ആയിരുന്നു എല്ലാവരും ആ കാലഘട്ടത്തിലൊക്കെ ഇട്ടിരുന്നത്. ഇപ്പം എല്ലാം ചുരിദാർ ആണ്. പിന്നെ യൂണിഫോം എല്ലാം ചുരിദാറായി. അതുപോലെ ചില സ്കൂളുകളിലൊക്കെ ചുരിദാർ മാറി പാൻസായി. പാൻസും അതിൻ്റെ ഷർട്ടുമാണ് ഇപ്പോഴത്തെ മിക്കവാറും സ്കൂളുകളിൽ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളുകളിലും ചില സ്കൂളുകളിൽ നിക്കറും ഒരു സൈസ് ഷർട്ടുമാണ് ചില സ്കൂളുകളിൽ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും എല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ സ്കൂളുകളിലും ചുരിദാർ പെൺകുട്ടികളും അതുപോലെ പാൻറ്റും ഷർട്ടും അതിൻ്റെ യൂണിഫോമിൻ്റെ കളറുകൾ ആൺകുട്ടികളും ഉപയോഗിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സ് സാരി ഉപയോഗിച്ച് വന്നു. ഇപ്പോൾ അവരുടെ സൗകര്യപ്രദമായ രീതിയിൽ എല്ലാവരും ചുരിദാറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചുരിദാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സൗകര്യപ്രദമായൊരു വസ്ത്രമാണ്. എല്ലാവർക്കും എവിടെ ഇട്ടുകൊണ്ട് പോകുന്നതിനും അതുപോലെ ബസ്സിലൊക്കെ ഓടി കയറുന്നതിനും എല്ലാത്തിനും ചുരിദാർ നമുക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിൻ്റെ ഒറ്റ പ്രശ്നത്തിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് മനസ്സിലാവാത്തത്. സത്യത്തിൽ ഇപ്പം പെൺകുട്ടികൾ അധികം ചുരിദാർ ഇടാറില്ല. യൂണിഫോം മാത്രമേ പെൺകുട്ടികൾ ഇപ്പോൾ ചുരിദാർ ഇടുന്നുള്ളൂ, കുട്ടികൾ. ബാക്കി അവർ ജീൻസോ ടോപ്പോ പിന്നെ ഒരു സൈസ് ഇറക്കമില്ലാത്ത ഒരു സൈസ് പാൻറ്റോ അതിൻ്റെ ഒരു സൈസ് ടോപ്പൊക്കെയാണ് യൂത്ത് കുട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചുരിദാറൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും 30 വയസ്സ് 35 വയസ്സൊക്കെ ആയ സ്ത്രീകളൊക്കെയാണ് ഈ ചുരിദാർ ഉപയോഗിക്കുന്നത്. ചുരിദാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയസ്സായവരുടെ വേഷമായിട്ടാണ് ഇപ്പോഴത്തെ ടീനേജിലെ കുട്ടികളൊക്കെ പറയുന്നത്. അവർക്കാർക്ക് ഇപ്പോൾ സ്കൂൾ യൂണിഫോം ഇടുന്നതെന്നല്ലാതെ വേറെ എല്ലാം അവർ ചുരിദാറൊക്കെ മാറിപ്പോയി. ചുരിദാറൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ പാവാട പോലത്തെ ഒരു സൈസ് ഫ്രോക്ക് പോലത്തെ ഒരു ടോപ്പോ അല്ലെങ്കിൽ പാവാട പോലെ ഇടുന്ന ഒരു ഇതും അതിൻ്റെ കൂടെ ഒരു ബനിയനും ഒക്കെ അതേപോലത്തെ ചെറിയ ചെറിയ ടീഷർട്ടുകൾ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത് കൂടുതലും കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ചുരിദാർ എന്ന് പറഞ്ഞ സാധനം കംഫോർട്ടാണ്. അതുപോലെ നല്ല ശരീരം മൊത്തം മറഞ്ഞു കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ അതിൻ്റെ ഷാള് കൊണ്ടിടുമ്പോൾ ടീച്ചർമാർക്ക് നല്ല കംഫോർട്ടായിട്ടുള്ളൊരു വസ്ത്രമായിട്ടാണ്. ടീച്ചർമാർക്ക് നല്ല ജോലിക്ക് പോകുന്ന എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈ വസ്ത്രത്തിന് ഇത്ര സ്വീകാര്യത കിട്ടാനും നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയത്. പ്രായമായ ആൾക്കാർ വരെ ചുരിദാർ ഇട്ടിട്ടാണ് പോകുന്നത്. ചുരിദാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ത്രീകളെല്ലാവരും ചുരിദാറാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ സ്കൂളിലായാലും പിന്നെ ഓഫീസിലായാലും അതുപോലെ ആശുപത്രികളിൽ ജോലിക്ക് പോകുന്നവരായാലും എല്ലാം ചുരിദാറാണ്. അതുപോലെ നേഴ്സുമാരും ചുരിദാർ, അതുപോലെ പാൻറ്റ് ഷർട്ടും ഒക്കെയാണ് ഇപ്പോഴത്തെ നേഴ്സുമാരുടെ വേഷം. പണ്ട് നേഴ്സുമാരെങ്ങനെയായിരുന്നു, വെള്ള സാരി വെള്ള ബ്ലൗസും ആയിരുന്നു എല്ലാ നേഴ്സുമാർക്കും. പിന്നെ പഠിക്കുന്ന നേഴ്സുമാർക്ക് പച്ച ബ്ലൗസും ഒരു വെള്ള സാരിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ, അത് നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക്. ഇപ്പോൾ അവരെല്ലാം ഓരോ കളറിലെ ചുരിദാറാണ് അവർക്കെല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ചില ആശുപത്രിയിലൊക്കെ പാൻറ്റും ഷർട്ടുമായിട്ടാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ കാലം ഒരുപാട് മാറി. ഇപ്പോഴും പുറകോട്ട് ചിന്തിച്ച് പോകുന്ന ആൾക്കാരുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് വലിയ ഇഷ്യൂ ആയി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര അറസ്റ്റ് ചെയ്താലും എന്തൊക്കെ വന്നാലും ആൾക്കാർ പഠിക്കത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും? വസ്ത്രം ഏത് ധരിക്കണമെന്ന് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വസ്ത്രം ധരിക്കാനും അതുപോലെ അവരവർക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഭാഷ സംസാരിക്കാനും അവരവരുടെ ഇഷ്ടമുള്ള അനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മുടെ നിയമം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിന് ഒരു സ്വാതന്ത്ര്യക്കേടും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഇതുപോലെ ചിന്താഗതിയുള്ള ആൾക്കാരെ, പുറകോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല.
പണ്ട് എനിക്ക് ഇപ്പം ഞാൻ തോന്നുന്നുണ്ട്, ഗുരുവായൂരൊക്കെ പണ്ട് പോകുമ്പോൾ എല്ലാവരും സെറ്റ് മുണ്ടുമായിരുന്നു, അവിടെ ചുരിദാർ ഇട്ടുകൊണ്ട് കയറ്റത്തില്ലായിരുന്നു. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള സെറ്റും മുണ്ടും പല കളറിലെ സാരികളും നല്ല രസമായിരുന്നു. പക്ഷേ അത് കാണാൻ ഇപ്പം ചുരിദാർ അനുവദിച്ചതിന് ശേഷം എല്ലാവരും ചുരിദാറായിട്ടുണ്ട് വരുന്നത്. അപൂർവം ഒന്നോ രണ്ടോ സെറ്റ് മുണ്ട് ഉടുക്കുന്നത് നമ്മളെപ്പോലെയൊക്കെ പഴയ കുറച്ച് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സെറ്റ് മുണ്ട് ഉടുക്കാമെന്ന് വിചാരിക്കുന്നവരല്ലാതെ ബാക്കി എല്ലാവരും ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. പിന്നെ അതേപോലെ ചുരിദാറും കഴിഞ്ഞിട്ട് ഒരു സൈസ് ജീൻസ് പോലത്തെ പാൻറ്റും മേളിൽ ടോപ്പും ഇട്ടുകൊണ്ടാണ് പെൺകുട്ടികളല്ല ഇപ്പം കയറുന്നത്. പക്ഷേ ആൺകുട്ടികൾക്ക് ഇപ്പോഴും അവിടെ ഇപ്പോൾ നിക്കറോ അതേപോലെ പാൻസോ ഇട്ട് കഴിഞ്ഞാൽ പാൻസ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ചെറിയൊരു ബർമൂഡ പോലത്തെയൊക്കെയാണ് ഇട്ടുക. അതിൻ്റെ മേളിൽ കൂടെ മുണ്ടുടുപ്പിച്ചുകൊണ്ട് ഉള്ളിൽ കയറ്റത്തുള്ളൂ ആൺകുട്ടികളെ. അതുകൊണ്ട് പെൺകുട്ടികൾ ഇപ്പം നിയമം വന്നിട്ടതുകൊണ്ട് ചുരിദാർ ഇട്ടുകൊണ്ട് കയറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും ചുരിദാർ ഇട്ട് കയറ്റത്തില്ല, അവർ സൈസ് മുണ്ടുടുപ്പിച്ചാൽ കയറ്റുന്നത് കാണുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ഈ കാലം മാറിയതൊന്നും ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ്. ആ മാനേജർക്ക് അയാളുടെ വൈഫോ അല്ലെങ്കിൽ മക്കളോ എല്ലാം ചുരിദാർ ഇടുന്നതല്ലേ, പിന്നെന്തോ ടീച്ചറിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊരു പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ വേണ്ടിയില്ല. ഡ്രസ് കോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ എല്ലാ ടീച്ചർമാരും സാരിയെ ഉടുക്കാവൂ എന്നൊരു നിയമം നിലനിൽക്കെ ഒരു ടീച്ചർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ ആ ടീച്ചറിനെ കുറ്റം പറയാം. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ ടീച്ചേഴ്സും ഇപ്പം ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ യൂണിഫോം ഉള്ളതുകൊണ്ടാണ് അത് കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ ടീച്ചർമാർ നല്ല ഭംഗിയുള്ള ചുരിദാറൊക്കെ ഇട്ട്, അതേപോലെ തലമുടിയൊന്നും ഇപ്പോൾ അങ്ങനെ പൊക്കി കെട്ടി വെക്കുകയോ ഒന്നുമില്ല. എല്ലാവരും തലമുടിയൊക്കെ നല്ല സ്റ്റൈലിലൊക്കെ വെട്ടിയിട്ടൊക്കെ ഇപ്പോഴത്തെ ടീച്ചർമാർ വരുന്നത്. അതുമുണ്ട്, അങ്ങനെയുണ്ട്. ഒരു ടീച്ചർ ഏതാ കുട്ടികൾ ഏതാണെന്ന് നമുക്ക് കളർ ഡ്രസ്സിൽ പോകുകയാണെങ്കിൽ കണ്ടെത്താനേ പറ്റത്തില്ല, വല്ല ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ യൂണിഫോം ഉള്ളതുകൊണ്ട് ഇത് +2 കുട്ടികളാണെന്നും മറ്റേത് +2 പഠിപ്പിക്കുന്ന ടീച്ചറാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ ആർക്ക് എന്ത് വേഷം ധരിച്ചും എവിടെ വേണമെങ്കിലും പോകുന്നതിന് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ശരീരത്തിന് യോജിക്കുന്ന വസ്ത്രധാരണ രീതി ചെയ്യണമെന്നേ ഉള്ളൂ. ചിലർ ഇപ്പോൾ കുട്ടികൾ ചേരാത്ത രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന കാണാറുണ്ട്, ഇറുകി പിടിച്ചതും പിന്നെ ഒരു സൈസൊക്കെ. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. നമ്മളത് കാണാമെന്നല്ലാതെ അതിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ആ കൊച്ചിനോട് ഇയാൾക്ക് ഈ ഡ്രസ്സ് ഇടരുതെന്ന് പറയാനുള്ള ഇത് നമുക്ക് ഇല്ല. അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പോകുക എന്നുള്ള അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ നിലനിൽക്കെ ഒരു ടീച്ചർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നെന്നും പറഞ്ഞ് ടീച്ചർ, അതും അവിടുത്തെ എച്ച്.എമ്മിനെ ഗേറ്റിന് വെളിയിലിട്ട് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അദ്ദേഹത്തിൻ്റെ ആ ഇത് നോക്കി വേണം, ആ മനസ്സിൻ്റെ ചിന്താഗതി എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്കി. പണ്ട് അതേപോലെ കളക്ടർമാരെയൊക്കെ പണ്ട് നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള ഇങ്ങനെ കഴുത്തിൻ്റെ കോളർ വരെ ഉള്ള ഷർട്ട് പോലത്തെ ഒരു ഉടുപ്പൊക്കെ ഇട്ട്, പിന്നെ സാരിയൊക്കെ നന്നായിട്ട് ഞൊറിഞ്ഞുകൊടുത്ത്, തലമുടിയൊക്കെ നന്നായിട്ട് പൊക്കി കെട്ടി, മാലയൊന്നും ഇടാതെ കൊച്ചു കമ്മലൊക്കെ ഇട്ടിട്ടുള്ള കളക്ടർമാരെ അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിലെ പണ്ടത്തെ രൂപം. ഇപ്പോഴത്തെ കളക്ടർമാർ ആരെങ്കിലും അങ്ങനെ നടക്കുന്നത്? എല്ലാവരും ചുരിദാർ ഇടുന്നവരുണ്ട്, ജീൻസ് ഇടുന്നവരുണ്ട്, പിന്നെ തലമുടി അഴിച്ചിട്ടേക്കുന്നവരുണ്ട്. അങ്ങനത്തെ കളക്ടർമാരെ ഇപ്പോൾ ഉള്ള കളക്ടർ. അല്ലാതെ അവർക്ക് പ്രത്യേക ഡ്രസ് കോഡൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതേസമയം പോലീസ് സേനകൾക്കൊക്കെ അവർക്ക് പോലീസ് ഡ്രസ്സുണ്ട്. അവർക്ക് സേനകൾക്കൊക്കെ അതിൻ്റേതായ ഡ്രസ് കോഡ് കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ അനുസരിച്ചുള്ള വേഷങ്ങളിലാണ് അവർ നടക്കുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് ഇങ്ങനെ ചുരിദാർ ഇടരുതെന്നോ അല്ലെങ്കിൽ ഇനി ഞങ്ങൾ പറയുന്ന വേഷം ധരിച്ച് നടക്കാവുള്ളെന്നോ പറയാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ഇപ്പോൾ ഈ ചുരിദാർ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നിയത്. അതുകൊണ്ട് ചുരിദാർ ഇടുന്നത് ഒരു വലിയ കുറ്റമായി കാണുകയും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത്. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞിട്ടും എത്ര സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഒരുപാട് പുരോഗമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് അതിലേറെ അതിശയം. എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരുടെ മനോഗതിക്കൊന്നും ഒരു മാറ്റവും ഇല്ല. സത്യത്തിൽ സാരി ധരിക്കുന്നതിനേക്കാളും ഒരുപാട് കംഫർട്ടാണ് ചുരിദാർ ധരിക്കുന്നത്. സാരി നമ്മൾ എത്ര ഞൊറിഞ്ഞു കൊടുത്താലും അതിൻ്റെ വയറൊക്കെ ഒരു സൈഡ് കാണും, അല്ലെങ്കിൽ ബസ് കയറി നിൽക്കുമ്പോഴായാലും നമ്മൾ കൈ പൊക്കുമ്പോൾ അങ്ങനെ കാണും. ഇതൊന്നുമില്ല. ചുരിദാർ നമ്മൾ നല്ല ലൂസായിട്ട് ഇടുകയും ചെയ്യാം, അത് കംഫർട്ടായിട്ട് കിടക്കുകയും ചെയ്യും. ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വേഷമാണ് ചുരിദാർ. പണ്ട് ആണെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ചുരിദാർ. നമ്മുടെ കേരളത്തിലിട്ട് ആദ്യമൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു, ഇത് എന്തിനാ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഈ പാവാട ഇട്ടുകൊണ്ട് കിടന്ന ആൾക്കാർ പെട്ടെന്ന് ചുരിദാറൊക്കെ ഇട്ട് പോകുമ്പോൾ ഏതോ വലിയ ഫാഷനുള്ള ആൾ ഇട്ടുകൊണ്ട് പോകുന്ന കണക്കുള്ളൊരു ചിന്താഗതിയായിരുന്നു പണ്ട് ആൾക്കാർക്ക്.
അതൊക്കെ മാറി ഇപ്പം ചുരിദാറേ ഉള്ളൂ, ചുരിദാർ ഇടുന്നതേ ഉള്ളൂ. ഇപ്പം വയസ്സായ അമ്മമാർ വരെ ചുരിദാർ ഇട്ടുകൊണ്ടാണ് അവർ പോകുന്നത്. എന്ന് വെച്ചാൽ സാരി ഉടുക്കാൻ വലിയ പാടല്ലേ, ഈ അടിപ്പാവാട, പിന്നെ അത് ചുറ്റണം, പിന്നെ അത് കുത്തണം, എന്തെല്ലാം പാടാണ്. ചുരിദാറിനാകുമ്പോൾ അത്രയും പാടില്ല. വല്ല കല്യാണങ്ങൾക്കോ അമ്പലങ്ങളിൽ പോകുമ്പോഴോ ഒക്കെയാണ് ഇപ്പോൾ അപൂർവമായിട്ട് ചിലപ്പോൾ ഒരു സെറ്റും മുണ്ടോ സാരിയോ ഒക്കെ എല്ലാവരും ഉടുക്കുന്നത്. ഇപ്പോൾ രാവിലെ സ്കൂളിൽ വരുന്ന ടീച്ചർമാർക്കൊക്കെ വളരെ കംഫോർട്ടും വളരെ സൗകര്യപ്രദവുമായ ഒരു വേഷമാണ് ചുരിദാർ. അതിപ്പോൾ സാരിയുടെ അത്രയും ഉടുത്ത് കാണാൻ അത്ര വലിയ ഭംഗിയില്ലെങ്കിലും അവരുടെ ആ സൗകര്യമല്ലേ. അവർ രാവിലെ വീട്ടിലെ ജോലിയും തീർത്ത് ഓടി ബസ്സിൽ കയറി അവരുടെ വീട്ടിലെ കാര്യവും നോക്കി പിന്നെ സ്കൂളിലേക്ക് ഓടി വരുമ്പോൾ പെട്ടെന്ന് ഒരു ചുരിദാർ എടുത്തിട്ടുകൊണ്ട് വരുന്നതാണ് ഏറ്റവും കംഫർട്ട്. അല്ലാതെ സാരി ചുറ്റി പണ്ടൊക്കെ എന്നാൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പോഴത്തേത്. അതുപോലെ ഓടിപ്പടച്ച് വരുമ്പോഴത്തേന് അവർക്ക് ഏറ്റവും നല്ല കംഫർട്ടായിട്ടൊരു വേഷമാണ് ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവർ എല്ലാ ടീച്ചർമാരും ഇപ്പോൾ ചുരിദാർ ഇട്ടുകൊണ്ട് വരാമെന്നുള്ള ഒരു നിയമം വന്നപ്പോൾ പിന്നെ അവരത് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലൊക്കെ കുറ്റം കണ്ടെത്തുകയും ഒരു ടീച്ചറിനെ പുറത്താക്കുകയൊക്കെ ചെയ്തത് വളരെ മോശമായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അത് കേസായിട്ടുണ്ട്. മാനേജറെ ഇപ്പം പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സ്കൂളാകുമ്പോൾ മാനേജർ പറയുന്നതാണല്ലോ കേൾക്കേണ്ടതെങ്കിലും അത് കുറ്റകരമായ ഒരു കാര്യമായതുകൊണ്ട് അവരത് കേസിന് പോകുമെന്നുള്ള ഒരു ഇതിൽ നിന്നതുകൊണ്ടും എന്തായാലും കേസിന് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ടീച്ചറിനുണ്ടായ മനപ്രയാസവും പിന്നെ ആൾക്കാരുടെ മുമ്പിലുള്ള ഈ ഗേറ്റിന് പുറത്തിരുത്തിയപ്പോഴുള്ള ആ കുട്ടികൾ കണ്ടപ്പോഴുള്ള മനപ്രയാസമൊക്കെ എന്ന് വെച്ചാൽ അത് എന്തായാലും ഏറ്റവും വലിയൊരു അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷമമായിപ്പോയി അതുണ്ടായതെന്നുള്ളത് യാതൊരു സംശയമില്ല. മാനേജറെ പേരിൽ കേസെടുത്താലും പിന്നെ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി അവരെ പുറത്താക്കിയത്. അയാൾ പറയുക തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നലെ മാനേജർ വന്ന് പറഞ്ഞില്ലയോ ചുരിദാർ ഇട്ടുകൊണ്ട് വരല്ലെന്ന്, എന്നിട്ട് അങ്ങനെ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ കേട്ടണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിയെ ഇന്നലെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. സെക്യൂരിറ്റി പക്ഷേ അയാളുടെ ജോലിക്ക് മാനേജർ പറയുന്നതല്ലേ അയാൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് അയാൾ വന്നപ്പോഴേ കയറണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഇതൊക്കെ ഈ കേരളത്തിലാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ അതിശയം തോന്നുന്നുണ്ട്. ഇത്രയും സമ്പന്നരായ ആൾക്കാർ, തുറന്ന ചിന്താഗതിയുള്ള ആൾക്കാരും ഒക്കെ ഉള്ള ഈ സംസ്ഥാനത്തിൽ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാവാത്തത്. എന്തായാലും കൊള്ളാം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇന്നിവിടെ രേഖപ്പെടുത്തിയത്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അഭിപ്രായമുള്ളത് നിങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതുക. ചുരിദാർ ഇട്ടതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ചുരിദാർ ഇട്ടതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ആൾക്കാരുടെ മനസ്സാണ് നന്നാവേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.